ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് ബ്രസീലിൻ്റെ ദേശീയ ടീമിന് സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് സൂപ്പർ താരങ്ങൾ ബ്രസീലിന് ഉണ്ട്. പ്രത്യേകിച്ച് ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ട്. എന്നാൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ അവർക്കൊന്നും തിളങ്ങാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും റൊമാരിയോയും ഒക്കെ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ബ്രസീലിന് അത്തരത്തിലുള്ള ഒരു താരങ്ങൾ ഇല്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ബ്രസീലിയൻ സ്ട്രൈക്കറായ ജാവോ പെഡ്രോയോട് ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: പണ്ട് എല്ലാ സമയത്തും ബ്രസീലിന് വേണ്ടി ഗോളടിക്കാൻ റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും റൊമാരിയോയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള താരങ്ങളെ മിസ് ചെയ്യുന്നു എന്ന കമൻറ്റുകൾ താങ്കൾ ബ്രസീലിയൻ ആരാധകരിൽ നിന്നും കാണാറില്ലേ? അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യമാണ് ജാവോ പെഡ്രോയോട് ചോദിച്ചത്. അതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. അതായത് റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ എന്നിവരെ പോലെയുള്ള ലോകോത്തര താരങ്ങൾ ഇപ്പോഴും ബ്രസീലിയൻ ടീമിൽ ഉണ്ട്. റാഫീഞ്ഞയും വിനിയും ഒക്കെ ഇന്നും ഫുട്ബോൾ ലോകത്തെ മികച്ച താരങ്ങളാണ് എന്നാണ് ജാവോ പെഡ്രോ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അന്ന് ബ്രസീലിന് റൊണാൾഡോയും ഡീഞ്ഞോയും റൊമാരിയോയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നും ബ്രസീൽ മോശമല്ല. വിനീഷ്യസും റാഫീഞ്ഞയും ഒക്കെ നമുക്ക് സ്വന്തമാണ്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളാണ് അവർ. റയൽ മാഡ്രിഡിലും FC ബാഴ്സലോണയിലുമാണ് അവർ കളിക്കുന്നത്. പ്രശ്നം എന്തെന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഒരു വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. അത് എല്ലാവരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീം ബ്രസീലാണ്. ബ്രസീൽ വേൾഡ് കപ്പ് നേടാതെ കുറേ കാലം മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇതാണ് ജാവോ പെഡ്രോ പറഞ്ഞിട്ടുള്ളത്. അതായത് റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ തുടങ്ങിയ താരങ്ങളെപ്പോലെയുള്ള ലോകോത്തര താരങ്ങൾ ഇന്നും ബ്രസീലിന് ലഭ്യമാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളായ വിനിയും റാഫീഞ്ഞയും ഒക്കെ ഇന്ന് ബ്രസീലിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് ജാവോ പെഡ്രോ പറയുന്നത്. പക്ഷേ വേൾഡ് കപ്പ് കഴിഞ്ഞ കുറേ കാലമായി നേടാൻ സാധിക്കാത്തതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.